അപ്പോൾ നമ്മുടെ പെട്ടിയുടെ അവകാശിയെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. ഒരു ഗിവ് അവേക്ക് ഞാൻ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവകാശിയെ നമുക്ക് കണ്ടുപിടിക്കാം. ഇതിനു മുന്നേ ഓണത്തിന് ഞാനൊരു ഗിവ് അവേ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നെപ്പോഴും എടുത്ത ആ ഒരു ഗിവ് അവേയുടെ ഓർമ്മ മാത്രമായിരുന്നു. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരുന്നു. ഇത് തുണ്ടിട്ട് എഴുതി എടുക്കണോ, അതേ ഇനിയിപ്പം അല്ലാതെ എക്സലിലോട്ട് കൺവേർട്ട് ചെയ്യണോ, എങ്ങനെയൊക്കെ മൊത്തത്തിലൊരു വട്ടെടുപ്പായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ച് തുണ്ടിട്ട് എഴുതായിരുന്നു. കാരണം 400 കൂടുതൽ കമന്റ്സ് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കമന്റ്സ് വരുമ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ എങ്ങനെ തുണ്ടൊക്കെ ആയിട്ട് പറക്കി എടുക്കുമെന്നൊന്നും എനിക്ക് ഒരു പിടുത്തമില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ കമന്റ് പിക്കർ തന്നെ യൂസ് ചെയ്യാന്ന് വെച്ച് ആദ്യം ഒരു കമന്റ് പിക്കർ എടുത്ത് ഞാൻ നോക്കി. അപ്പോഴത്തേക്കും അതിൽ വലിയ കാര്യമായിട്ടൊന്നും പോയില്ല. കാരണം കുറച്ച് ഇതായപ്പോഴത്തേക്കും കമന്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ പിന്നെ ഞാൻ നേരെ ഇത് തന്നെ അങ്ങ് സ്ക്രീൻ റെക്കോർഡ് ചെയ്തെടുത്ത് അങ്ങ് ചെയ്തു തുടങ്ങി. എന്തോ ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചാണ് ചെയ്തു തുടങ്ങിയത്. പക്ഷെ കറക്റ്റായിട്ട് തന്നെ കിട്ടി. അപ്പം ആദ്യത്തെ വിന്നർ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും, രണ്ടാമത്തെ വിന്നർ യൂട്യൂബിൽ നിന്ന് ഞാൻ റാൻഡമായിട്ട് സെലക്ട് ചെയ്തു. ഒരൊറ്റ ആളാണല്ലോ വിന്നർ. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇനി ഈ രണ്ടുപേരെയും കൂടെ 2 പേപ്പർ തുണ്ടുകളിലോട്ട് എഴുതി എന്നിട്ട് അതിന് നമുക്ക് ഈ കുലുക്കിയിട്ട് എടുക്കുമല്ലോ പണ്ടൊക്കെ നമ്മൾ ചെയ്യും പോലെ. അപ്പൊ അതുപോലെ ഇതുപോലെ എഴുതി കുലുക്കിയിട്ട് എടുക്കാൻ വെച്ചു. ഇപ്പൊ കുലുക്കാൻ ഞാൻ ആളെ തപ്പി ഇറങ്ങിയിട്ടുണ്ട്. ലക്ഷ്മി പത്മ. ഫൈനലി നമ്മുടെ വിന്നർ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയ ആളാണ് സഹൽ. അപ്പൊ സഹൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് DM ചെയ്യുക. അപ്പൊ ഞാൻ കൊറിയറായിട്ട് ഈ സാധനം, അതായത് നമ്മുടെ ന്യൂ ഇയർ ഗിഫ്റ്റ് അയച്ചു തരുന്നതാണ്. ഇന്നും നാളെയും കൂടിയായിട്ട് ഞാൻ സഹലിന് ടൈം തരും. അപ്പോൾ സഹൽ എന്നിട്ട് റിപ്ലൈ ഒന്നും തന്നില്ല, മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആൾക്ക് ഈ ഗിഫ്റ്റ് പോകുന്നതാണ്. അത് ലക്ഷ്മി പത്മയ്ക്ക് ഈ ഗിഫ്റ്റ് പോകുന്നതാണ്. ഇനി ഗിഫ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ സ്റ്റോറിയിൽ ഇട്ടേക്കാം, ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലും ഒക്കെ ആയിട്ട് ഇട്ടേക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഓക്കെ, ബൈ.